நான் சொன்ன மாதிரி எல்லாம் நின்னா போதும். எந்த பிரச்சனை வந்தாலும் என்ன கூப்பிட்டா போதும். தாரு நான் பக்கத்து வீட்டில் தான் இருக்குது. பாய் வா. ആ വന്നോ? വരി 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 வா வா ஏறி வா. അങ്ങനെ ആളെ കിട്ടിയല്ലേ? இதுதான் நான் പറഞ്ഞ செம்பகம். வணக்கம் மதுரன் உங்களை பத்தி சொல்லியிருக்காங்க. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? எல்லாம் சொல்லி கொடுத்துருக்கு. இதுதான் முதலாளி அம்மா. பின்ன நீ வேலை செய்த மேனோண்ட வீட்டுல வாஷிங் மிஷின் கிரைண்டர் எல்லாம் இருந்தது இல்ல? கவலைப்படாத, அந்த மாதிரி இங்கேயும் வாஷிங் மிஷின் மிஸ்கி எல்லாம் இருக்கு. மிஸ்கி இல்லனா மிக்ஸி. ஆமா அதெல்லாம் இருக்குது. ആക്കണ്ട് ആക്കണ്ട്. ആ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാലേ, അല്ല മൂപ്പത്തിയാർക്ക് ഒരു ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് അനുസരിച്ചൊക്കെ ഒന്ന് നിക്കണോ, അത്രേ ഉള്ളൂ. അല്ല വേറൊന്നുമില്ല, വൃത്തി വെടുപ്പൊക്കെ വേണോ, അടുക്കളയിൽ കേറുന്നതിന് മുമ്പ് കുളിച്ചിട്ട് വേണോ. എന്റെ വാപ്പാക്ക് അത് നിർബന്ധാണ്. വാപ്പാ എങ്കമ്മാ? വാപ്പ പോയി. എങ്ക പോയിട്ടാര്? ആവിയായി പോയി. ஆவியா? இங்கயா? இல்ல வாப்பா இறந்து போச்சு. என்ன பாய் இது ஆவி ஈவின்னு எல்லாம் சொல்றேன்? ஆவின்னு சொன்னா பிரேதம், அது அவருக்கு பயம். പ്രേത? അത് അങ്ങനത്തെ അല്ല, അത് പുട്ടിന്റെ ആവില്ലേ അതേമാതിരത്തെ. അതെ, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്റെ ഒരു മോനുണ്ട്, ഓനെ സ്കൂളിൽ വിടാൻ നേരത്ത് ഇവിടെ വലിയ ബഹളായിരിക്കൂ. അപ്പൊ ഞാൻ പറയണതൊക്കെ അങ്ങോട്ട് ചെയ്താ മതി. വച്ചുണ്ടാക്കാനൊക്കെ അറിയോ? தெரியுமா? ആ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ നിക്കണ്ട കേട്ടോ. മനസ്സിലായിണ്ടാവോ? அம்மா சொன்ன மாதிரி எல்லாம் நல்லபடியா கேட்டு நடந்துக்கணும் என்ன. பின்ன பாய், இவருக்கு கொடுக்கான்னு சொல்ல காசு இருக்குது இல்ல? ഇത് അയിമ്പലല്ലേ? அல்ல, அது வாரம் ஒரு 2000 ரூபாய் வச்சு கொடுங்களேன். വാരി വാരി കൊടുക്കാൻ 2000 രൂപ എവിടെ ഇവിടുന്ന്? അതല്ല, வாரம்னு சொன்னா ஆഴ്ചயில 2000 ரூபாய் வச்சு கொடுங்க. கடைசியில மீதி இருந்தா உள்ளது கொடுத்தா போதும். അല്ലാണ്ട് മാസാവസാനം കൊടുത്താ പോരാ? இல்ல, அடிக்கடி வேணும். ഓ ഓ ഇപ്പൊ എങ്ങനെയൊക്കെ കൊടുക്കാം, ഇപ്പൊ ഒരു മാസത്തെ കാര്യല്ലേ ഉള്ളൂ. அது நீங்க இப்ப சொல்லுவீங்க, அவர் இங்க வேலை செய்யறது பார்த்தா நீங்க கடைசி வரைக்கும் இங்க வச்சுட்டு இருப்ப விட மாட்டான். വേണമെങ്കിൽ അപ്പൊ വേണമെങ്കിൽ ആലോചിക്കാം. അതിന്റെ ആവശ്യമില്ല, വേണ്ട വേണ്ട, ഒരു മാസം കഴിഞ്ഞാ പോയിക്കോട്ടെ. പോയിക്കോട്ടെ ബാബാ, അടുക്കള കാണിച്ചു തരാ. അടക്കളൊക്കെ ഒന്ന് പോയി നോക്കാണ്. അതെ, മൂപ്പരടുത്ത് നിന്ന് പോയാ മതി. അതാ പെക്കന്നെ നിക്കാൻ വലിയ അടക്കറാണ്. കഷ്ടം, അതിനാல നിന്റുവാ. പിന്നെ ഭായി, ഒരു 1000 രൂപ അഡ്വാൻസ് കേട്ടല്ലേ? അപ്പൊ 37 രൂപ കൊടുത്താ പോരെ? വേണ, അത് ഇപ്പൊ എങ്കിட்ட കൊടുങ്ക ഏവருக்கு. എന്തിനാ എന്റെ വരുന്നേ? അല്ല, அது வேறொரு அவசியம் இருக்கு. நீங்க அவளுக்கிட்ட கேட்டு பாருங்க, எனக்கு தர சொல்லு, அப்ப കൊടുത്താ പോതും. എന്നാ ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഞാൻ ചോദിച്ചു നോക്കിട്ട് എനിക്ക് തരാം. ഇജ്ജ് ഇവിടെ ഉണ്ടാവൂലേ? ഇങ്ങ ഇருக்கு. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ഞാനത് ചോദിച്ചിട്ടേ അങ്ങോട്ട് തരാം, എനിക്ക് തരാം. ശരി കേട്ടോ. ഞാൻ പോരെ. നീയിപ്പൊ 1000 രൂപ കൊണ്ടുപോയിട്ട് കള്ളുപിടിക്കാനുള്ള പരിപാടിയാ നമുക്ക്. அம்மா அம்மா இருங்க, நான் பண்றேன். ഇതിപ്പോ ഇത്ര കറിയൊന്നും വേണ്ടട്ടോ, എന്തെങ്കിലും 2 കറിയൊക്കെ മതി. ഇവിടെ വലിയ നിർബന്ധമൊന്നും ഇല്ല അങ്ങനെ. എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്തൊക്കെ ഉറങ്ങ? നിങ്ങളറിയോ, നമ്മളെ റസിയാന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആ പെണ്ണിന്റെ 1 മാസത്തെ ശമ്പളം 10000 ഉറുപ്പ്യ. അതിനൊന്നുമില്ല, ഞാനും എവിടെങ്കിലും വീട്ടുപണിക്ക് പോയിട്ട് 10000 ഉറുപ്പ്യ ഉണ്ടാക്കിയാലോ എന്നാലോക്കെ. പിന്നെ നീ ഒക്കടി വീട്ടുപണിക്ക് അല്ല. പിന്നെ അതെ, റസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. റസിയക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവർ രണ്ടുപേരും ഇന്നല്ലേ ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്? ഇന്ന് ഡോക്ടറെ കണ്ട ദിവസാ. അതന്നെ, ഞാൻ അതിൽ വരുന്ന വഴി നോക്കിയപ്പോൾ കണ്ടില്ല. മറ്റേ അവിടെ ഉമർത്തിരിക്കണ്ടാവുമല്ലോ. അല്ല, അവിടെ വേറെ ആരാളുള്ളത്? അവിടെ മറ്റേ ജോലിക്ക് വന്ന വേണം. അവള് മാത്രമല്ലേ ഉള്ളൂ? അത് സൂക്ഷിക്കണം. എന്താ? അവിടുന്ന് വല്ല സാധനങ്ങളൊക്കെ കളവ് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അതിനെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു പെണ്ണാന്നൊന്നും തോന്നുന്നില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് ദൊര കൂട്ടിക്കൊണ്ടുവന്നല്ലേ. നീ ഒരു കാര്യം ചെയ്യൊന്ന് പോയി നോക്ക്. വേണോ? പോയി നോക്ക്. ഇനി വേറൊരു കാര്യം, ഞാൻ അവിടെ ചെന്നിട്ട് അവളോട് നേരിട്ട് നിനക്ക് ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള വല്ല പരിപാടി ഉണ്ടോ എന്നുള്ളത് ചോദിക്കണ്ട. അങ്ങനെയൊക്കെ പറയും ചോദിക്കോ? അല്ല, PSC ഒക്കെ എഴുതണാണല്ലോ, ഭയങ്കര ബുദ്ധിയല്ലേ, ചിലപ്പോൾ ചെന്ന് ചോദിച്ചാലോ.
வைங்க நான் பண்றேன். நான் பண்ணிக்கிறேன், நீங்க வைங்க. அது பரவாயில்ல, இது பார்க்க வேணும் செய்யலாம். நான் இந்த கேரளாவில் தான் இந்த மாதிரி வேலையெல்லாம் செய்யறது இல்லை. தமிழ்நாட்டு போனா சும்மா சொன்னா இந்த வேலையெல்லாம் நான் தான் செய்யறது. அப்ப அங்க செய்யறதா இருந்தா இங்க செய்த என்ன? அப்புறம் நம்ம தமிழ் இருக்கிற இந்த பந்தம் இருக்குது இல்ல, அது உலகிடாத இங்க இருக்கிற வேலை போயிடும். இது யாருக்கும் தெரியக்கூடாது என்ன? இப்படி இருக்கு. அது வந்து நான் தானே இவளை இங்க வேலைக்கு வச்சேன். அப்ப சரியா வேலை செய்யுதா இல்லையான்னு பாக்கணும்ல, அதனால தான் எல்லாம் பார்த்தேன். இந்த பாரு, இப்படி இருக்கணும், எல்லாம் நல்ல கழுவி வைக்கணும். என்ன ஒரு குறை யாரும் சொல்லக்கூடாது. திருட ரொம்ப காமெடியா பேசுறாரு. കോമഡി ഇഷ്ടപ്പെട്ടാണ് എൻ്റെ. ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടാൻ നിൽക്കണ്ട കേട്ടാ, പണിയെടുക്കട്ടെ. എന്തായാലും കൊള്ളാം. ശരി, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ഈശ്വരനൊരു കാര്യം അറിഞ്ഞോ? എന്തേ? നമ്മുടെ റസിയുടെ വീട്ടിലുണ്ടല്ലോ, ദോരേണ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, അത് റസിയാക്ക് സുഖമില്ലാഞ്ഞിട്ട് അവിടുത്തെ വീട്ടുപണിക്ക് കൊണ്ടുവന്ന് നിർത്തിയാണ്. തമിഴത്തിയല്ലേ? ആ, തമിഴത്തിയാ. പക്ഷെ സംഭവം ഒന്നും അല്ല. നമ്മുടെ ദോരേണനും ആ സ്ത്രീയും കൂടി എന്തോ ഡിംഗോൾഫിക്കേഷൻ ഉണ്ടെന്ന്. എന്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് അവര് തമ്മില്. എന്ത് കണ്ടെന്നാ പറയണ? എന്ത് കണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. ഈ പ്രേമമുള്ള ആൾക്കാരൊക്കെ ഒന്ന് മാറിന്ന് സംസാരിക്കില്ലേ, അതുപോലെ എന്തോ. എന്തായാലും കൊള്ളാം. ഇതാണ് നിങ്ങളുടെ ഒരു കുഴപ്പം. എന്തേലും ആരെങ്കിലും പറഞ്ഞാൽ അതങ്ങോട്ട് പറഞ്ഞുണ്ടാക്കി നടക്കും. ചുമ്മാ ആരൊന്നും പറയൊന്നുമില്ല. പോയിച്ചാ എന്തെങ്കിലും കാണും. ഉറപ്പാണോ? മല്ലിക നിന്നോട് പറഞ്ഞ? അപ്പൊ ഒന്ന് വാസൂട്ടിനോട് സൂചിപ്പിക്കണമല്ലോ. എന്തെന്ന്? അതല്ല, സുമയെന്ന് പറഞ്ഞാല് നമ്മുടെ പെങ്ങളാണല്ല. വാസൂട്ടിയുടെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളല്ലേ. ഇച്ചായത്തെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കല്ലേ. ഇതാണ് ഞാൻ ഇച്ചേനോട് ഒന്നും പറയാത്തെ. എടി, അങ്ങനെ നീ പറഞ്ഞെന്നും പറഞ്ഞല്ല ചോദിക്കണം. അവന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തും. ഇങ്ങനെ ഒരു കാര്യം പറയണ്ടല്ല, ഒന്ന് ശ്രദ്ധിച്ചേരെന്ന് പറഞ്ഞാലല്ല. കർത്താവേ, ഏത് നേരത്തെ എനിക്ക് നീ പറയാൻ തോന്നിയോ എന്തോ. പറഞ്ഞിട്ട് വന്ന് നോക്കാം നമുക്ക്.